എല്ലാവർക്കും ട്രാവലേഴ്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സാമ്പാർ ലേക്കിൽ. ഇന്ത്യയിലെ തന്നെ 9% ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻലാൻഡ് സോൾട്ട് ലേക്കാണ് സാമ്പാർ ലേക്ക്. കഴിഞ്ഞ തവണ മഴ കാരണം നടക്കാതെ പോയൊരു ഡ്രൈവിന് വേണ്ടിയിട്ടാണ് ഇത്തവണ സോൾട്ട് ലേക്കിലേക്ക് വന്നിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകൾക്കായി വീഡിയോ മുഴുവൻ കാണുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും 80 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന സാമ്പാർ ലേക്കിലേക്കാണ് ഈ യാത്ര. സാമ്പാർ ലേക്ക് അല്ലെങ്കിൽ ശകംഭരി ഝീൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് ലേക്കായ സാമ്പാർ ലേക്കിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇവിടെയുള്ള ശകുംഭരി ദേവി എന്ന ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് വ്യത്യസ്തമായൊരു ഡ്രൈവ് നമ്മളെ കാത്തിരിക്കുന്നത്. ജയ്പൂരിൽ നിന്നും അജ്മീർ ഭാഗത്തേക്കായിട്ട് 80 കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ അല്ലെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. ഇവിടെ ഈ നേരെ കാണുന്നതാണ് ശകുംഭരി ദേവി ടെമ്പിൾ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന വ്യത്യസ്തമായൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ സോൾട്ട് ലേക്കിന് സമീപത്തായി കാണാവുന്നതാണ്. എന്നാൽ പോലും വളരെ റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്ലേസ് ഈ ശകുംഭരി ദേവി ക്ഷേത്രത്തിന് സമീപത്തായി കാണുന്ന ഈ പ്രദേശം തന്നെയാണ്. ഹിന്ദിയിലെ തന്നെ വളരെ പ്രശസ്തമായ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ജോധ, അക്ബർ, ഡൽഹി 6, ഹൈവേ, ദ്രോണ, പി കെ എന്ന സിനിമയുടെ തുടക്ക ഭാഗം ഏതൊരാളും മറക്കാൻ സാധ്യതയില്ല. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശം തന്നെയാണ് സാമ്പാർ ലേക്ക് ടൗൺ. ജാനുവരി 20, 1562 അക്ബർ ജോധാബായിയെ കല്യാണം കഴിച്ചതും ഇതേ പ്രദേശത്ത് തന്നെയാണ്. ഇന്ത്യൻ എപ്പിക്കായ മഹാഭാരതത്തിൽ പോലും സാമ്പാർ ലേക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് ചേർന്നായി കാണുന്ന ഒരു കുളമാണിത്. ഒരു സൈഡിൽ ഡ്രൈവിങ്ങിന് അനുയോജ്യമായ പ്രദേശവും മറ്റൊരു സൈഡിൽ പുരാതനമായ ശകുംഭരി ദേവി ക്ഷേത്രവും കാണാവുന്നതാണ്. എല്ലാവരും കൂടെ ഒരു ഹായ് പറഞ്ഞേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇത്തരം വീഡിയോസിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക.